വിദേശ വിനോദയാത്ര വെട്ടിച്ചുരുക്കി വിജയൻ യോഹന്നാന്റെ ശവമടക്കിനെത്തും. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള വിദേശ വിനോദയാത്രയിൽ മാറ്റം വരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബൈയിലെത്തി. കുടുംബവും അദ്ദേഹത്തിനൊപ്പമുണ്ട്. ദുബായ് ഗ്രാൻഡ് ഹയാത്തിലാണ് മുഖ്യമന്ത്രി താമസിക്കുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ദുബൈയിൽ നിന്ന് ഓൺലൈനായി അദ്ദേഹം പങ്കെടുത്തു. ഇന്ന് സിംഗപ്പൂരിൽ നിന്ന് യോഗത്തിൽ പങ്കെടുക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. മെയ് 19-നാണ് ദുബൈയിൽ മടങ്ങിയെത്തുവാൻ നിശ്ചയിച്ചിരുന്നത്. ഈ തീയതികളിലാണ് ഇപ്പോൾ പെട്ടെന്ന് മാറ്റം വരുത്തിയിരിക്കുന്നത്. മെയ് 22-ാം തീയതി കേരളത്തിൽ തിരിച്ചെത്തുമെന്നായിരുന്നു ധാരണ. എന്നാൽ മടക്കയാത്ര 2 ദിവസം മുൻപാക്കി തിങ്കളാഴ്ച അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങിയെത്തും. ഇക്കഴിഞ്ഞ മെയ് 8-ാം തീയതി വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാ സ്ഥാപകനും പരമാധ്യക്ഷനുമായ KP യോഹന്നാന്റെ ശവമടക്കിൽ പങ്കെടുക്കുവാനായാണ് പിണറായി വിജയൻ തന്റെ വിദേശ സന്ദർശനം 2 ദിവസം വെട്ടിച്ചുരുക്കി തിരികെ എത്തുന്നത് എന്നാണ് വിവരം. അമേരിക്കയിലെ സഭയുടെ 600 ഏക്കറോളമുള്ള വലിയ തിരക്കൊന്നുമില്ലാത്ത വിജനമായ ക്യാമ്പസിന്റെ പുറത്തേക്ക് പ്രഭാത സവാരിക്ക് ഇറങ്ങിയ KP യോഹന്നാനെ അജ്ഞാത വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എങ്കിലും ഇക്കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് ഹൃദയാഘാതം സംഭവിച്ചായിരുന്നു മരണമെന്നും ഈ മരണത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ലെന്നും സഭാവക്താവ് സിജോ പന്തപ്പള്ളിയിൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. മാർത്തോമാ സഭയിൽ ജനിച്ച് പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വളർന്ന് CSI ബിഷപ്പിന്റെ കൈവപ്പ് മേടിച്ച് ബിലീവേഴ്സ് ചർച്ച് എന്ന അബിയൽ സഭയുണ്ടാക്കിയ KP യോഹന്നാന്റെ ശവമടക്ക് ഓർത്തഡോക്സ് പാരമ്പര്യമനുസരിച്ച് 8 ഘട്ടങ്ങളിലായി നടത്തുമത്രേ. എന്നാൽ ഓർത്തഡോക്സ് പാരമ്പര്യമനുസരിച്ച് സഭാധ്യക്ഷന്മാരെയും മേൽപ്പട്ടക്കാരെയും ഇരുത്തിയാണ് അടക്കുന്നത്. എന്നാൽ ആക്സിഡന്റിൽ സാരമായ പരിക്ക് പറ്റിയ KP യോഹന്നാനെ ഇരുത്തി അടക്കുവാൻ സാധിക്കാത്ത നിലയിലായതിനാൽ ആണത്രേ കിടത്തി അടക്കുന്നത്. ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ വെള്ളം ചേർത്ത് കിടത്തി അടക്കിയാൽ സ്വർഗത്തിലേക്കുള്ള എൻട്രിക്ക് തടസ്സമുണ്ടാകുമോ എന്ന് മെത്രാന്മാർ വട്ടത്തിൽ കുത്തിയിരുന്ന് സുന്നകദോസ് നടത്തി തീരുമാനിക്കും. ഇന്നലെ 14-ാം തീയതി രാവിലെ ടെക്സസിലെ വിൽസ് പോയിന്റിലുള്ള സെയിന്റ് പീറ്റേഴ്സ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിൽ നടന്ന KP യോഹന്നാന്റെ ശവമടക്ക് ശുശ്രൂഷയുടെ ആദ്യഘട്ടം കാണുക. രണ്ടാംഘട്ട ശവമടക്ക് ശുശ്രൂഷ ഇന്ന് വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെ ഡാലസിൽ റെസ്ലാൻഡ് ഫ്യൂണറൽ ഹോമിൽ നടക്കും. മൃതദേഹം പോലീസ് വിട്ടുകൊടുത്തു. മൃതദേഹം കൊണ്ടുപോകുവാനുള്ള യാത്രാനുമതിയും നൽകിക്കഴിഞ്ഞു. രണ്ടാംഘട്ട ശവമടക്ക് ശുശ്രൂഷ പോലും നടത്തിക്കഴിഞ്ഞു. KP യോഹന്നാന്റെ മൃതദേഹം ഇപ്പോഴും അമേരിക്കയിൽ വെച്ചുകൊണ്ടിരിക്കുവാൻ കാരണം ശവമടക്കിന് പിണറായിക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് വിവരം. പിണറായി വിജയൻ കുടുംബസമേതം വിദേശത്ത് ഉല്ലാസയാത്രയ്ക്ക് പോയിരിക്കുന്നതിനാലാണത്രേ ശവമടക്ക് ഇത്രയും നീട്ടിയത്. 20-ാം തീയതി കഴിഞ്ഞാൽ എംബാം ചെയ്ത മൃതദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമാകും എന്നറിയിച്ചതിനാലാണത്രേ അദ്ദേഹം 2 ദിവസം യാത്ര വെട്ടിക്കുറച്ച് തിങ്കളാഴ്ച കേരളത്തിലെത്തുന്നത്. പിണറായി വിജയനും KP യോഹന്നാനും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്. പിണറായി ഇക്കഴിഞ്ഞ തവണ അമേരിക്കയിൽ പോയപ്പോൾ KP യോഹന്നാന്റെ ആതിഥ്യം സ്വീകരിച്ച് അദ്ദേഹം സഭയുടെ ഉടമസ്ഥതയിലുള്ള അരമനയിലാണ് താമസിച്ചതെന്നും അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തത് സഖാവ് പന്തപ്പള്ളിയാണെന്നും KP യോഹന്നാന്റെ ജ്യേഷ്ഠ സഹോദരൻ പുന്നൂസ് ITV ന്യൂസിനോട് വെളിപ്പെടുത്തുകയുണ്ടായി. മെയ് മാസം 6-നാണ് വിദേശയാത്രയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതം കേരളത്തിൽ നിന്ന് പുറപ്പെട്ടത്. ദുബായ് വഴിയായിരുന്നു യാത്രയെങ്കിലും ട്രാൻസിറ്റ് ആയിരുന്നതിനാൽ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല. ഭാര്യ കമലയും മകൾ വീണയും ഭർത്താവ് മന്ത്രി PA മുഹമ്മദ് റിയാസും മകൻ വിവേകും ചെറുമകനും വിദേശയാത്രയിൽ ഒപ്പമുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.